സമരങ്ങളിലൂടെ സഹനങ്ങളിലൂടെ വളർന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവുമെല്ലാമായിരുന്നു അത്തരം സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. ഇപ്പോഴിതാ കൂടോത്രമാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രധാന മാർഗം. ഇവരെല്ലാം അടിയന്തരമായി ജവഹർലാൽ നെഹ്റുവിൻ്റെ ജീവചരിത്രം വായിച്ചിരിക്കണം. എത്ര അതിശക്തമായ പ്രക്ഷോഭങ്ങളെയും സാമുദായിക ചേരിതിരിവുണ്ടാക്കി മതവികാരം ആളിക്കത്തിച്ച് അതിജീവിക്കാമെന്ന സംഘപരിവാർ ചിന്താധാരയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ജനത പൊളിച്ചടുക്കിയത്. മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നു. ഒപ്പം മോദിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെ സമരങ്ങളും ശക്തമായി. ഇടതുപക്ഷം സമരം ചെയ്യുകയാണ്. സമരങ്ങളുടെ 7 അയലത്ത് പോലും കോൺഗ്രസുകാരില്ല. അവർ കൂടോത്രം ചെയ്യുകയാണ്. അതൊക്കെ ഉള്ളിത്താനോട് ചോദിച്ചാലേ അറിയും. അതൊന്നും കഴിയില്ല. അതിലൊന്നും ആർക്കും കഴിയില്ല എന്ന് തോന്നുന്നില്ല. അങ്ങനെ ഇവിടെ ഈ ഓഫീസിലും അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് പറയുന്നുണ്ട്. ഇത് കണ്ടെടുത്തത് വീട്ടിൽ നിന്നാണോ? ഇപ്പോഴെങ്കിലും പ്രസിഡന്റ് ഇപ്പോഴെങ്കിലും കണ്ടെടുത്തതാണോ? കുറെ മുമ്പ് കണ്ടെടുത്താണോ? ഇത് ഞാൻ പറഞ്ഞ വേറെ നിങ്ങളുടെ വർഗീസ് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഈ സാധനം എവിടുന്ന് കിട്ടി, ആരാ തന്നെന്ന് പറഞ്ഞാൽ ഞാൻ മുഴുവൻ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലെങ്കിൽ കമാന്ന് മിണ്ടരുത്. ഏത് അല്ല ഈ സോഴ്സ് എവിടെ? അല്ല പറയട്ടെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അത് നമ്മൾ ഏത് ചാനലാണ്? പറഞ്ഞോ, ചോദിച്ചോട്ടെ. അത് നമ്മൾ രാജ്യദ്രോഹി എന്ന് വിളിച്ചൊന്നും പറഞ്ഞേക്കരുത്. കാര്യത്തിന് ഉത്തരം പറയും കേട്ടോ. അല്ല വിളിച്ചത് ഞാൻ പറഞ്ഞതൊന്നും ഞാൻ പിൻവലിച്ചിട്ടില്ലല്ലോ. പറയട്ടെ, ഞാൻ പറഞ്ഞതൊന്നും ഒരിക്കലും പിൻവലിക്കാറില്ല, മാറ്റി പറയാറുമില്ല എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ. വേറെ എന്തെങ്കിലും ഉണ്ടോ? കെ സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും DK ശിവകുമാരനെ സ്ഥാനഭ്രഷ്ടനാക്കാനായി മൃഗബലി നടത്തിയവരും രാജ്യത്തെല്ലാ കോൺഗ്രസുകാരും ജവഹർലാൽ നെഹ്റുവിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും ലേഖനങ്ങളും നിർബന്ധമായും വായിച്ചിരിക്കണം. ബ്രിട്ടീഷുകാർക്കെതിരെ അഹിംസയും സ്വദേശിയുമെല്ലാം ഉയർത്തിപ്പിടിച്ചുള്ള പോരാട്ടങ്ങൾക്ക് മഹാത്മാഗാന്ധി നേതൃത്വം നൽകി. ആ പോരാട്ടങ്ങൾക്ക് പുരോഗമന മുഖം നൽകിയത് ജവഹർലാൽ നെഹ്റുവായിരുന്നു. നെഹ്റു അന്ധവിശ്വാസങ്ങളെ ശക്തമായി എതിർത്തു. ജീവിതത്തിലുടനീളം ശാസ്ത്രം ഉയർത്തിപ്പിടിച്ചു. നെഹ്റുവിൽ നിന്ന് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ കൈകളിൽ എത്തുമ്പോൾ രാജ്യം കാണുന്നത് ശാസ്ത്രമല്ല, കൂടോത്രമാണ്. രാജ്യം ഒട്ടേറെ സാമൂഹ്യ പ്രശ്നങ്ങൾ നേരിടുകയാണ്. ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ഇതിൻ്റെ ഇരകളാണ്. തികച്ചും ശാസ്ത്രീയമായ പരിഷ്കാരങ്ങളിലൂടെ മാത്രമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കൂ. ഇന്ത്യയുടെ മോചനം ശാസ്ത്ര പുരോഗതിയിലൂടെയാവണം. നെഹ്റുവിൻ്റെ പാർട്ടിയാണല്ലോ കോൺഗ്രസ്. ഇന്ത്യൻ ഭരണഘടനയിൽ സയൻറ്റിഫിക് നമ്പർ ഉണ്ടാക്കുന്ന ഒരു വ്യവസ്ഥ കൊണ്ടുവന്ന് നെഹ്റുവാണ്. ഭരണഘടനയിലെ 51A(H) വകുപ്പ്. ആ വകുപ്പ് പ്രകാരം എന്താണ്? സമൂഹത്തിൻ്റെ ശാസ്ത്രാവബോധവും അന്വേഷണത്വരയും വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നത് ഓരോ പൗരൻ്റെയും ഭരണഘടനാപരമായ ഉത്തരവാദിത്തമായിട്ടാണ്, ഭരണഘടനാപരമായ ഡ്യൂട്ടി ആയിട്ടാണ് നിർവഹിച്ചിരിക്കുന്നത്. ആ ഭരണഘടന ഉണ്ടാക്കിയ പാർട്ടി എന്ന് അവകാശപ്പെടുന്നവരാണ് കോൺഗ്രസ്സുകാർ. അതിൻ്റെ കേരളത്തിലെ നേതാക്കളാണെന്ന് പറയുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കൾ, ഞങ്ങളുടെ പാർട്ടിക്കകത്തുള്ള ആൾക്കാർ ഞങ്ങളുടെ ഓഫീസിലും വീട്ടിലുമൊക്കെ എന്താണ് ഞങ്ങളെ നശിപ്പിക്കാനുള്ള കൂടോത്രം ചെയ്യുന്നു എന്ന്. അത് വളരെ പ്രാചീനമായ കൂടോത്രം എന്നൊക്കെ പറയുന്നത് മന്ത്രവാദത്തിൻ്റെ തന്നെ എന്താണ് ഏറ്റവും പ്രിമിറ്റീവായ ഒരു രൂപമാണ്. ജനങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുത്തയച്ച 2 ലോക്സഭാംഗങ്ങൾ. BJPയെ ദേശീയ തലത്തിൽ നേരിടാൻ കോൺഗ്രസിനെ സാധിക്കൂ എന്ന തെറ്റിദ്ധാരണ മൂലമാണ് ജനങ്ങൾ ഇരുവരെയും തെരഞ്ഞെടുത്തയച്ചത്. ഇരുവരും നെഹ്റുവിയൻ കോൺഗ്രസ് അല്ല,
സംഘപരിവാറിലേക്ക് എപ്പോൾ വേണമെങ്കിലും ചേക്കേറാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വ കോൺഗ്രസാണ്. രാഹുലും പ്രിയങ്കയും ഇങ്ങനെയെല്ലാം കാട്ടിക്കൂട്ടുമ്പോൾ താഴെയുള്ളവർ നെഹ്റുവിന്റെ കോൺഗ്രസിനെ കൂടോത്ര കോൺഗ്രസ് ആക്കി മാറ്റുന്നു. നോക്കൂ, ഇന്ന് മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ എന്താണ് കൂടോത്രം കണ്ടുപിടിക്കുന്ന ഈ ഉണ്ണിത്താൻ്റെയും അതേപോലെ തന്നെ ഈ സുധാകരൻ്റെയും ഒക്കെ തന്നെ വാർത്ത കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൗരന്മാരുടെ അഭിപ്രായങ്ങളെയും പൗരന്മാരുടെ ആശയങ്ങളെയൊക്കെ രൂപീകരിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒന്നാണ് മാധ്യമങ്ങളെന്ന് പറയുന്നത്. അത് ഇലക്ട്രോണിക് മീഡിയ ആയാലും അച്ചടി മീഡിയ ആയാലും. അപ്പോൾ കേരളത്തിലെ മനോരമ പോലുള്ളൊരു പത്രം അതിൻ്റെ ഫ്രണ്ട് പേജിലെ ഹൈലൈറ്റ് വാർത്തയായി കൊടുത്തിരിക്കുന്നത് എന്താണ്? കൂടോത്രം കണ്ടുപിടിക്കുന്നതിനെക്കുറിച്ചുള്ള സ്റ്റോറിയാണ്. ഇതൊക്കെ നമ്മുടെ സമൂഹത്തെ ഇത്തരം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ തന്നെ സ്വാഭാവികവൽക്കരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്ര പ്രവർത്തനമായിട്ട് ഇതിനെ ലഘുവായിട്ട് ചിരിച്ചു തള്ളാവുന്നതല്ല. രാജ്യത്തെ കർഷകരും വിദ്യാർത്ഥികളുമെല്ലാം സമരമുഖത്താണ്. ഈ സമരങ്ങളിൽ എവിടെയും കോൺഗ്രസിന്റെ സാന്നിധ്യമില്ല. പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഇടതുപക്ഷമാണ്. പൊതുപ്രവർത്തനമെന്നാൽ പാർലമെന്റിലെ പ്രസംഗം മാത്രമല്ല, മന്ത്രവാദവും കൂടോത്രവുമെല്ലാം അവസാനിപ്പിച്ച് പ്രക്ഷോഭങ്ങളിൽ അണിനിരക്കാൻ രാഹുൽ ഗാന്ധി നേതാക്കളെയും അണികളെയും ഉപദേശിക്കണം.